ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഇപ്പൊ തന്നെ സേവ് ചെയ്തോളി. അത്രക്കും സൂപ്പർ ആട്ടോ. ചിക്കൻ നല്ലോണം കേകിയിട്ട് ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 3 തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. 4 സവാള പൊരിച്ചത് ഇട്ട് കൊടുക്കുക. സവാള പൊരിക്കുമ്പോൾ കരിഞ്ഞു പോകാതെ നോക്കണേ. കരിഞ്ഞു പോയാൽ മസാലക്ക് ചോയ വരും. 5 പച്ചവെളി ചതച്ചിട്ട് കൊടുക്കുക. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു പിടി മല്ലിച്ചപ്പ്, കുറച്ച് പുതിന, 2 സ്പൂൺ തൈര് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. പാകത്തിൽ ഉപ്പിട്ട് കുറച്ച് നെയ്യ് വെച്ച് കൈയോണ്ട് നല്ലോണം കുഴച്ച് സെറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് മൂടി വെക്കുക, അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടി പിടിക്കിട്ടോ. 5 ലിറ്ററിന്റെ കുക്കറിൽ 5 ഗ്ലാസ് അരിന്റെ നെയ്ച്ചോറാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. 5 ഗ്ലാസ് അരിക്ക് 5.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു കേട്ടോ. അരി അതിലേക്ക് ഇട്ട് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുക. നല്ലോണം വെന്ത മസാലയ്ക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കണേ. കുക്കറിന്റെ ആവിയൊക്കെ പോക്കിയതിനു ശേഷം നെയ്ച്ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പകുതി നെയ്ച്ചോറ് ഇട്ടതിനു ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി, കുറച്ച് സവാള പൊരിച്ചതും, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള നെയ്ച്ചോറ് കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ ഇട്ട് മൂടി വെക്കുക. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ആവി കയറ്റി അരമണിക്കൂർ അങ്ങോട്ട് ദമ്മിൽ വെക്കുക. എന്നിട്ട് ദമ്മ് പൊട്ടിച്ച് റൈസ് വേറെ പാത്രത്തിലേക്ക് മാറ്റി നല്ലോണം മിക്സ് ചെയ്ത് മസാലയും നല്ലോണം മിക്സ് ചെയ്ത് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ച് ഞാനും ഫൈസലേക്ക് അങ്ങോട്ട് അടിച്ചിട്ടോ. അടിപൊളി വേറെ ലെവല് ബിരിയാണി കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.